പ്രദേശവാസി നൂർ നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ നൂർ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വണ്ടി ഇറ്റാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പിന്നെ ഓരോ സ്ഥലത്ത് മാന്തി നോക്കുന്നുള്ളൂ. അതിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഒരാളെ മരിച്ചിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. രണ്ട് ഭാഗത്തുനിന്നും ഈ JCB ഇറ്റാച്ചും വെച്ച് നോക്കുന്നുണ്ട്. ഒരു ബസ്സില് കുറച്ച് ആളുണ്ടെന്ന് പറയുന്നുണ്ട്, പിന്നെ കുറെ അവര് വർക്കേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നും കറക്റ്റ് ഇന്നതാന്ന് പറയാനില്ല. എന്തായാലും ആളുകൾ മരിച്ചിട്ടുണ്ട്. റോഡ് ബ്ലോക്കാണ്. നമ്മളെ ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. മൊത്തത്തില് ഒരു അന്തരീക്ഷം കുറച്ച് മോശമായിട്ടാണ് ഉള്ളത്. ഈ ബസ് കുടുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ആ പണിസ്ഥലത്തുണ്ടായിരുന്ന ബസ്സും ജീവനക്കാരുടെ ബസ്സാണോ? അവര് വർക്കേഴ്സ് വരുന്ന ബസ്സാണ്. അപ്പോ അവിടുന്ന് കടന്നു പോകുന്ന ഒരാള് പറഞ്ഞു കുറച്ചു മുമ്പ് കടന്നു ബസ്സിൽ ആള് പറയുന്നുണ്ട്. പിന്നെ ഈ ഇറ്റാച്ച് സാധനങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ശരിക്കും പറയണമെങ്കിൽ മണിക്കൂറെങ്കിലും എടുക്കും കുറച്ച് കാര്യങ്ങൾ പറയാന്. ശരി, താങ്കൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത് കൂടുതൽ വണ്ടി വരുന്നു. കളക്ടർ അങ്ങോട്ട് എത്തുമെന്ന് ഞങ്ങൾ അല്പസമയം മിനിസ്റ്ററെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു മിഷനറികളൊക്കെ വന്നിട്ട് മണ്ണ് മാറ്റാനും പിടിക്കാൻ ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മള് മേപ്പാടി ഭാഗത്തുനിന്നും ചൂരൽമല ഭാഗത്തുനിന്നുള്ള രണ്ട് ഭാഗത്തുനിന്നാണ് ആളുകൾ വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മഴ ഇപ്പോഴും ഉണ്ടോ അവിടെ? എന്താണ് അവസ്ഥ? എങ്ങനെ സാറേ? മഴ ഇപ്പോഴും ഉണ്ടോ? മഴ പെയ്യുന്നുണ്ടോ ഇപ്പോഴും? ഇല്ല, മഴ ഇപ്പൊ ഇല്ല. മണിക്കൂറായിട്ട് മഴ കുറവുണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് പ്രേക്ഷകരെയൊക്കെ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തിൽ ഇങ്ങനെ ഒരു വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഒരു പാലത്തിന് സമീപം മണ്ണിടിച്ചതായാണ് ഞങ്ങൾക്ക് കാണാനാവുന്നത്. അവിടെയാണോ, ആ പ്രദേശത്താണോ മണ്ണിടിഞ്ഞ് വീണത്? ഇത് ഉരുൾപൊട്ടിയതിന് സമാനമായി ഇങ്ങനെ വലിയ മണ്ണ് ഇടിഞ്ഞു കിടപ്പുണ്ട്. അത് നേരത്തെ എടുത്തിട്ട മണ്ണാണോ അതോ ഇപ്പോൾ ഇടിഞ്ഞു വീഴുന്ന മണ്ണാണോ? അതില് പകുതിയോളം മണ്ണ് നേരത്തെ എടുത്ത് കൂട്ടിയിട്ടതാണ്. അതായത് അവർക്ക് ഈ മണ്ണ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മണ്ണ് അവിടെ അവർ സ്റ്റോക്ക് ചെയ്ത മണ്ണും ഇതേ മണ്ണും എല്ലാ മണ്ണും കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പൊ വന്ന് കിടക്കുന്നത്. ശരി, മന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞു അവിടുത്തെ പ്രവർത്തനമൊക്കെ നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് പറയുന്നു അദ്ദേഹം. അപ്പോൾ അതിനിടയിലും പണികളുണ്ടായിരുന്നു? ഇല്ല, അത് സത്യമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് ഇനി പണിയെടുക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ റോഡ് സേഫ് ആക്കാൻ വേണ്ടി ആളുകൾക്ക് വന്നു പോകുന്ന സ്ഥലം സേഫ് ആക്കാൻ മണ്ണ് ഒലിച്ചിറങ്ങാതിരിക്കാനുള്ള പല വഴികളാണ് ഇവര് നോക്കിയിരുന്നത്. അതില് വന്ന പിന്നെ വർക്കേഴ്സാണ് ഇതിന്റെ അടിയിൽപ്പെട്ടുള്ളത്. വർക്ക് നിർത്തി വലിയൊരു ഭീകര ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്ന് കാണുമ്പോ തോന്നുന്നത് നമുക്ക്. ശരി 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 അപ്പോൾ മറ്റ് ജനപ്രതിനിധികളോ മറ്റ് ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട്? MLA അങ്ങനെയുള്ളവരൊക്കെ അപ്പുറത്ത് അവര് പാലത്തിന്റെ അപ്പുറത്താണ്, ചൂരൽമല അപ്പുറത്താണ്. ഞാൻ ചൂരൽമല ഭാഗത്തും ജനപ്രതിനിധികളൊക്കെ മേപ്പാടി ഭാഗത്തുനിന്ന് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ശരി ശരി ശരി, ഓക്കെ, വളരെ നന്ദി. എന്തായാലും നൂറാണ് വ്യക്തമാക്കിയത്. ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സാഹചര്യം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ദുഷ്കരമാണ് അവിടെ അതിൻ്റെ വ്യാപ്തി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. രക്ഷാപ്രവർത്തനങ്ങൾ ആദ്യവട്ടം ഇപ്പോൾ ആ പ്രദേശത്ത് ഓടിക്കൂടിയ നാട്ടുകാരെ ഒപ്പം തന്നെ ആ സൈറ്റിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് നടത്തുന്നത്. മറ്റു വിവരങ്ങൾ കൂടുതലായി വരണം. മാത്രമല്ല, രക്ഷാപ്രവർത്തകർക്ക് ഒരു സൈഡിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യമുണ്ട്. പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത്തരം സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയുള്ള ഇടപെടൽ വേണ്ടി വരുമെന്നതാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന റവന്യൂ മിനിസ്റ്റർ അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അവിടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പുതിയ ദൃശ്യങ്ങൾ, മണ്ണിടിച്ചിലിൻ്റെ പുതിയ ദൃശ്യങ്ങൾ വരുന്നു. നോക്കുക, എത്ര വലിയ വ്യാപ്തിയിലാണ് മണ്ണിടിഞ്ഞ് വീഴുന്നത് എന്നത്. സ്വാഭാവികമായും ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്നുറപ്പാം. മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയ രീതിയിൽ ഒരു പ്രദേശത്തെ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ മണ്ണെടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു നേരത്തെ. കാരണം തുരങ്കപാതയ്ക്ക് വേണ്ടി കള്ളാടി
മേപ്പാടി തുരങ്കപാതയ്ക്ക് വേണ്ടി കോഴിക്കോട് നിന്നും മേപ്പാടി വരെയുള്ള ആ തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണം നടക്കുന്ന ഒരു പ്രദേശം വയനാട്ടിലെ ഈ പ്രദേശമാണ്. അതിൻ്റെ ഭാഗമായി കുറേ അധികം മണ്ണ് അവിടെ എടുത്തു മാറ്റിയിരുന്നു. പക്ഷേ ആ മണ്ണെടുത്തു മാറ്റിയത് ഇതോടുകൂടി വലിയ തരത്തിലേക്ക് വീണ്ടും മണ്ണിടിച്ചിൽ ഇപ്പോൾ ഉണ്ടായി എന്നതാണ്. ഒരു മരണം ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു പ്രദേശവാസികളും പ്രദേശ മേഖലയിൽ നിന്നും. കാരണം മണ്ണിനടിയിൽ നിന്നും ഒരാളുടെ മൃതദേഹം കിട്ടിയെന്ന വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത്. ഇതാ ഇപ്പോൾ കാണുന്നത് വീണ്ടും മണ്ണിടിഞ്ഞ കൂടുതൽ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ആളെ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ്. ഇയാളാണ് മരിച്ചത്, മരണപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ നമ്മൾ മണ്ണിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇത് ആളുകൾ കൂട്ടത്തോടെ വന്ന് ഇതിപ്പോൾ അവിടുന്ന് മണ്ണിൽ കുടുങ്ങിയ ആളെ അവിടുന്ന് എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആണോ? പുള്ളിക്ക് 2 നമ്പർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.